ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ സംഗീത. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള നല്ലൊരു പടവലങ്ങ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. ഞാനിതുപോലെ അവയിലിനൊക്കെ അരിയുന്ന പോലെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ അരിഞ്ഞ പടവലങ്ങ നമുക്കിതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു സവോള, ചെറിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 10 തണ്ട് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഈ പടവലങ്ങയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കൈ വെച്ചിട്ട് ആകുമ്പോൾ നന്നായിട്ട് ഈ മുളകൊക്കെ എല്ലാതും നന്നായിട്ട് പടവലങ്ങയിൽ പിടിക്കും. നന്നായിട്ടൊന്ന് 2 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിക്കായിട്ട് ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ വാളൻപുളി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ തക്കാളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ ഈ പടവലങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടി പിടിക്കൊന്നുമില്ല, കാരണം പടവലങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു പച്ചക്കറി ആയ കാരണം കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും അടിയെ പിടിക്കില്ല. എങ്കിലും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഈ പടവലങ്ങ നന്നായിട്ട് വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് മതി. നമ്മുടെ പടവലങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അല്ലേ. അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ എടുക്കണം. ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ് നേരിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് പാല് പിഴിഞ്ഞെടുക്കുന്നത്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ആ ഒരു രീതിയിലൊന്നും എടുക്കേണ്ട. നമുക്ക് ഒരുമിച്ച് നല്ല കട്ടിക്ക് പാല് പിഴിഞ്ഞെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇനി ഒന്ന് പാല് പിഴിഞ്ഞെടുക്കാം. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പിഴിയണമെങ്കിൽ അങ്ങനെയും പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയ്ക്ക് പാലാണ് എനിക്ക് ഈ ഒരു തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ചും കൂടി ഉണ്ട്. മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോറിനായ കാരണം കൊണ്ട് കുറച്ച് ചാറിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ ഇളക്കുന്ന സമയത്ത് ഈ തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. കാരണം നമ്മളിതിൽ വേറെ കൊഴുപ്പിനായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് തേങ്ങാപ്പാലൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ അത് പിരിയാതെ നമുക്ക് കറി കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നാടൻ കറിയായത് കാരണം തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞതും കൂടെ ഉള്ളി നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളി വേഗം മുരിഞ്ഞ് വരും.
ഇപ്പോൾ ഈ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, എരിവിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പടവലങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പരിപ്പും മോരും ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. സ്റ്റേ ട്യൂൺഡ്. Thank you.